നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് കൃത്യം 5 ദിവസം ബാക്കി നിൽക്കെ കോൺഗ്രസിനേറ്റ പ്രഹരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസ്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് പാർട്ടിയും. ഓരോ ദിവസവും പുറത്തുവരുന്ന പീഡന കേസുകളെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന നേതാക്കൾ. 7ാം ദിനത്തിലും കാണാമറയത്ത് തുടരുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്താകും? ഒളിച്ചുകളി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത്? സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. രണ്ടാമത്തെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം. രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ CPM-ഉം BJP-യും നടത്തിയ ഗൂഢാലോചനയെന്നും യുവതിയുടേത് വ്യാജ പരാതിയെന്നും രാഹുൽ മോശമായി പെരുമാറിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തക ഷഹനാസ് രംഗത്ത്. മുനമ്പം തർക്കഭൂമിയിലെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവ്. നടപടി വില്ലേജ് ഓഫീസർ നൽകിയ അപേക്ഷയിൽ. ഉത്തരവിന്റെ പകർപ്പ് ഭൂസംരക്ഷണ സമിതിക്ക് കൈമാറി. സമരം സമ്പൂർണ്ണ വിജയമെന്ന് ഭൂസംരക്ഷണ സമിതി. With Lieutenant Commander Shanky and Lieutenant Commander Shivam on his flanks. डोनिया बॉम्बर्स के साथ नौ सवार होना समुद्र पर गूंजती കപ്പലുകളും. കരുത്തുകാട്ടി നാവികസേന. ശംഖുമുഖത്ത് നാവികസേനാ ദിനാഘോഷത്തിൽ അഭ്യാസ പ്രകടനം. പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും അണിനിരന്നു. മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാവികസേന സൂപ്പർ പവറായി മാറിയെന്ന് രാഷ്ട്രപതി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ബ്രിട്ടാസിന് നന്ദിയെന്നും കേന്ദ്രമന്ത്രി. മധ്യസ്ഥം വഹിച്ചത് കേരളത്തിനു വേണ്ടിയെന്ന് ജോൺ ബ്രിട്ടാസ്. ഇടനിലക്കാരനെ വ്യക്തമായെന്നും CPI നിലപാട് അറിയിക്കണമെന്നും KC വേണുഗോപാൽ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. എണ്ണ ഇറക്കുമതി അടക്കമുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കും. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ റഷ്യ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. അന്വേഷണത്തിനായി SITക്ക് 1.5 മാസം കൂടി അനുവദിച്ച് ഹൈക്കോടതി. FIRന്റെ പകർപ്പിനായി EDക്ക് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. സഞ്ചാർ സാധി ആപ്പിൽ നിലപാട് മാറ്റി കേന്ദ്ര സർക്കാർ. മൊബൈൽ ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് പിൻവലിച്ചു. നീക്കം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന വിമർശനത്തെ തുടർന്ന്. റായ്പൂർ ഏകദിനം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 5 റൺസ് മാത്രം. വിരാട് കോഹ്ലിക്കും ഋതുരാജ് ഗേക്വാദിനും സെഞ്ചുറി. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ച സൈന്യം. 3 ജവാന്മാർക്ക് വീരമൃത്യു. 2 സൈനികർക്ക് പരിക്ക്. ഒട്ടേറെ ആയുധങ്ങൾ കണ്ടെടുത്തു. സ്റ്റോറി ഓഫ് ദ ഡേ. കാലം മാറിയെങ്കിലും ഹൃദയത്തിലിടം നേടാൻ ഇവർ വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ബലാത്സംഗ വകുപ്പ് ചുമത്തി കേസെടുത്തത് KPCC പ്രസിഡന്റ് കൈമാറിയ പരാതിയിൽ. ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തത്. DYSP സജീവനാണ് അന്വേഷണ ചുമതല. ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലാണ് ഇന്നലെ യുവതിയുടെ പരാതി എത്തിയത്. കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസയുണ്ട്. അൺഫിലിറ്റ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ് വരുന്നു. കൂടുതൽ കുരുക്കിലേക്ക് MLA പോകുന്നു. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും? നാളെ ജാമ്യ ഹർജിയിൽ വിധിയും വരുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലിന് നാളത്തെ കോടതി വിധി രാഷ്ട്രീയമായും നിർണായകമാണല്ലോ അൺഫിലിറ്റ്.
അശ്വതി, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു ബലാത്സംഗ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം KPCCക്ക് നൽകിയ യുവതി, 23-കാരിയായ യുവതി KPCCക്ക് നൽകിയ പരാതി, ഔദ്യോഗികമായി തന്നെ ആ പരാതി DGPക്ക് KPCC നേതൃത്വം നൽകിയിരുന്നു. DGPക്ക് നൽകിയ ആ പരാതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ആ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. അതായത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. എത്രയും വേഗം തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതൊരു മറ്റൊരു കേസായ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത്. മറ്റൊരു കേസായിട്ടാണ് ആ കേസും അന്വേഷിക്കുക. അതായത് 2 കേസുകളാണ്. ഏറ്റവും ഗുരുതരമായ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള, ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുള്ള 2 പ്രധാന കേസുകളാണ് യുവ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിന് എല്ലാ അർത്ഥത്തിലും കുരുക്ക് കൂടുതൽ മുറുകുന്നൊരു സാഹചര്യമാണ്. നാളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകം തന്നെയാണ്. കാരണം ഈ വിധി പറയുമ്പോൾ തന്നെ ഈ രാഹുലിനെതിരെ അതിശക്തമായ തെളിവുകളാണ്. ഡിജിറ്റൽ രേഖകളടക്കം അവിടെ ബലാത്സംഗം നടന്നിരിക്കുന്നു, ഗർഭഛിദ്രം ഭീഷണിപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ ഈ വാദം ഇന്ന് പൂർത്തിയായെങ്കിലും നാളെ വിധി പറയുമ്പോൾ ഏറെക്കുറെ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നതും മറ്റൊരു തലവേദന തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്. രാഹുലിനെ ഇത്രയേറെ ദിവസം കഴിഞ്ഞിട്ട് പോലും 7 ദിവസം കഴിഞ്ഞിട്ട് പോലും രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. രാഹുൽ കർണാടകയിൽ തന്നെ ഒരു ഒളി സങ്കേതത്തിൽ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പക്ഷേ ഇപ്പോഴും രാഹുലിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അവിടെയും പാർട്ടി CPM-ഉം ഒപ്പം തന്നെ സർക്കാരും ഒക്കെ നേരിടുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് രാഹുലിനെ ഒരുപക്ഷെ നാളെ മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ പോലും രാഹുലിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള ഒരു തന്ത്രം സർക്കാരിൻ്റെ ഭാഗത്തു നടക്കുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 11 വരെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ തീയതി വരെയും രാഹുലിൻ്റെ അറസ്റ്റ് സജീവമായി രാഷ്ട്രീയ കേരളത്തിൽ നിലനിർത്തുക, ആ വിഷയം സജീവമായി ചർച്ച ചെയ്യുക, അത് സർക്കാരിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് വൈകിപ്പിക്കുന്ന ഒരു ആക്ഷേപവും സർക്കാർ നേരിടുകയാണ്. മറുഭാഗത്ത് ഇതിനെ പ്രതിരോധിക്കാനായി മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സംരക്ഷണയിലാണ് രാഹുൽ എന്നൊരു വാദമൊക്കെ അവർ നിരത്തുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണ്. കാരണം രാഹുൽ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ ഇപ്പോഴൊരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണം, ഒരു തീരുമാനത്തിൽ ഐക്യത്തിലെത്താൻ ഇവർക്കിപ്പോഴും കഴിയുന്നില്ല. വലിയ രീതിയിൽ നേതാക്കൾ പല പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി ഉടനടി ഒരു തീരുമാനത്തിലെത്താൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. കാരണം അവിടെയും രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ രാഹുലിന് കവചമൊരുക്കുന്ന, സംരക്ഷണം ഒരുക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും നേതൃത്വത്തെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനോട് മൃദു സമീപനം സ്വീകരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ ചെറിയൊരു അതൃപ്തി കൂടി സംസ്ഥാന നേതൃത്വത്തിന് മേലുണ്ട്. കാരണം എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. വനിതാ നേതാക്കൾ അടക്കം പരസ്യമായി രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ എന്തായാലും നാളെ വിധി പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായും രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാണ്. തീരുമാനമുണ്ടാകുമ്പോൾ തന്നെയും, കോടതി വിധി വന്നാൽ ഉടനെ തന്നെയും രാഹുലിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങളാണ് അൺഫിലിറ്റഡ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം പൂർത്തിയായി. നാളെ വിധി പറയും. അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറാണ് വാദം കേട്ടത്. തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ CPM-ഉം BJP-യും നടത്തിയ ഗൂഢാലോചനയാണെന്നും യുവതി നൽകിയത് വ്യാജ പരാതിയാണെന്നും രാഹുൽ വാദിച്ചു. അതേസമയം രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ 1.25 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത്. അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത്. പ്രതിഭാഗവും ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. യുവതി വ്യാജ പരാതിയാണ് നൽകിയിരിക്കുന്നതെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ വാദിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നതെന്നും പീഡനം നടന്നിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. യുവതി ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും ഗർഭചിത്രത്തിനുള്ള മരുന്ന് സ്വമേധയാ കഴിച്ചതാണെന്നും ഹർജിയിൽ വാദിച്ചു. തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചനയാണ് പരാതിയുടെ പിന്നിലെന്നും രാഹുൽ വാദിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദങ്ങൾ ഓരോന്നായി നിരത്തിയത്. എന്നാൽ പ്രോസിക്യൂഷനാവട്ടെ ഗുരുതര കുറ്റകൃത്യമാണ് നടന്നതെന്നും രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നും വാദിച്ചു. രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതിനാൽ കേസിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. യുവതി പരാതി നൽകി 7-ാം ദിവസവും രാഹുൽ ഒളിവിൽ തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ വാദിച്ചത് ഇങ്ങനെയാണ്: പരാതി വ്യാജം, പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയത്തിൽ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, യുവതിയുമായുള്ള ബന്ധം ഉഭയസമ്മതപ്രകാരം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് രാഹുൽ കോടതിയെ ധരിപ്പിച്ചത്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം ഇങ്ങനെയാണ്: യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു തുടങ്ങിയതടക്കമുള്ള രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് മോശമായി പെരുമാറിയതായി കോൺഗ്രസ് പ്രവർത്തകയായ എഴുത്തുകാരി MA ഷഹനാസ് കർഷക സമയത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്ന് ഷഹനാസ് ആരോപിച്ചു. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഷഹനാസ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ വ്യക്തി പ്രസിഡൻ്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLA യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLA യോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഞാനൊരു എഴുത്തുകാരിയാണ്. സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എഴുത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽ സമ്മർദ്ദമേറുകയാണ്. അതേസമയം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുവെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതടക്കം കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ ശക്തമായി തന്നെ രംഗത്തുണ്ട്. കൂടിയാലോചനകളും ചർച്ചകളും സജീവമാകുമ്പോൾ കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറുക്കുകൾ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാഹുലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയരുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് നേതാക്കൾ ആവർത്തിച്ചാലും MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്ന ആവശ്യം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. അക്കാര്യം ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. നിയമാനുസൃത നടപടികളുമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളത് അന്തസ്സായി ചെയ്തു. നിയമത്തിനനുസരിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേസമയം കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചന രമേശ് ചെന്നിത്തലയും K മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നൽകി കഴിഞ്ഞു. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോഞ്ഞ കൊല്ലിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. കേസ് പത്രത്തിൽ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ പരിശോധിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി, MLA സ്ഥാനത്തുനിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. മുതിർന്ന വനിതാ നേതാക്കളാകട്ടെ രാഹുലിനെതിരായ നടപടി ഒട്ടും വൈകാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. നാളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുമ്പോൾ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ രാഹുലിനെതിരായ കടുത്ത നടപടിയിലേക്ക് കടക്കുക എന്ന അനിവാര്യതയിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ അതിജീവതയെ അധിക്ഷേപിക്കുകയും വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത കേസിൽ രാഹുൽ ഈശ്വറിനെ കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. തുടർച്ചയായി പ്രതിയെ അനുകൂലിച്ചുകൊണ്ട് പെൺകുട്ടിക്കെതിരെ സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. ജയിലിൽ നിരാഹാരം തുടരുന്ന രാഹുലിനെ കോടതിയിൽ നിന്നും നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. മുനമ്പം തർക്കഭൂമിയിലെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവ്. വില്ലേജ് ഓഫീസർ നൽകിയ അപേക്ഷയിലാണ് കളക്ടറുടെ നടപടി. ഉത്തരവിന്റെ പകർപ്പ് ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾക്ക് കൈമാറി. മുനമ്പം ഭൂസമരം സമ്പൂർണ്ണ വിജയമായെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു. മുനമ്പം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ജില്ലാ കളക്ടർ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുനമ്പത്തെ ഭൂനികുതി കോടതി ഉത്തരവ് വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു.
എന്നാൽ പോക്കുവരവ്, കൈവശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ROR മുതലായ ആവശ്യങ്ങൾക്കായി ജനങ്ങൾ എത്തിത്തുടങ്ങിയതോടെ വില്ലേജ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ജില്ലാ കളക്ടർ പുതിയ ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾക്ക് നൽകി. എന്നാൽ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ റിമാർക്സിൽ ഇവ നിലവിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിലനിൽക്കുന്ന കേസുകൾക്ക് വിധേയമായിരിക്കുമെന്ന് രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിന്റെ സന്തോഷം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ പങ്കുവച്ചു. കളക്ടർ മുഴുവൻ റവന്യൂ അവകാശങ്ങളും ടാക്സ് അടക്കുന്നതിനും പോക്കുവരവ് ചെയ്യുന്നതിനും ROR അടക്കമുള്ള മുഴുവൻ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് അനുവാദം തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മുനമ്പം തീരത്തെ 4 വർഷത്തെ പ്രശ്നത്തിന് വിരാമമായിരിക്കുകയാണ് ഇതോടുകൂടി. ഇനി എന്ത് വിധി വന്നാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതിയിൽ വിധികളെല്ലാം ചൂണ്ടിക്കാണിച്ച് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരിക്കലും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നീതിയുടെ വിജയമാണ്. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വഖഫ് ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും കേസുകൾ ബാക്കിയാണ്. വഖഫ് ലിസ്റ്റിൽ നിന്നും മുനമ്പം ഭൂമി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം സമരവേദിയിലെ ഒരു വിഭാഗം ആളുകൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 2ാം ഘട്ട സമരത്തിന് തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. PM ശ്രീ വീണ്ടും ചർച്ചയാകുകയാണ്. പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമിട്ടത് ജോൺ ബ്രിട്ടാസ് MP എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ. കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ തള്ളാതെ ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥത വഹിച്ചത് കേരളത്തിനു വേണ്ടിയാണെന്നും കരാർ ഒപ്പിടുന്നതിൽ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പദ്ധതിയെ നഖശികാന്തം എതിർത്തപ്പോഴും നീക്കുപോക്കുകൾ നടന്നിരുന്നു എന്നത് വ്യക്തമാണ്. PM ശ്രീക്കെതിരെ ബ്രിട്ടാസും രാജ്യസഭയിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. CPMന്റെ ഇരട്ടത്താപ്പ് പുറത്തുവന്നെന്നും CPI ഇതിന് മറുപടി പറയണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. BJP CPM അന്തർധാര യാഥാർത്ഥ്യമെന്നും കോൺഗ്രസ് ആരോപിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമിടയിൽ മധ്യസ്ഥനായതിൽ ജോൺ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സർവ്വസമ്മതത്തോടെയാണ് കേരളവുമായി PM ശ്രീയിൽ ധാരണാപത്രം ഒപ്പിട്ടത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതമറിയിച്ചിരുന്നുവെന്നും കേന്ദ്രമന്ത്രി സഭയെ അറിയിച്ചു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയില്ലെന്നും സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം കാരണം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആശയക്കുഴപ്പമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM Shri MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. PM ശ്രീ പദ്ധതിയിൽ മധ്യസ്ഥം വഹിച്ചത് കേരളത്തിന് വേണ്ടിയെന്നാണ് ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം. സംസ്ഥാനത്തിന്റെ വിഷയം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന് ബ്രിട്ടാസ് പ്രതികരിച്ചു. എന്നാൽ കരാർ ഒപ്പിടുന്നതിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ MPമാരായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ ഒരു ബ്രിഡ്ജായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കണക്കിന് ഞാൻ കേരളത്തിൻ്റെ വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്ത് അവരുടെ പക്കൽ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസ് രംഗത്തെത്തി. കരാർ ഒപ്പുവെക്കാൻ ഇടനിലക്കാരനായത് CPM MPയാണെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുമ്പോൾ ഇക്കാര്യത്തിൽ CPIയുടെ തീരുമാനം എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്ന് KC വേണു. എനിക്ക് ബിനോയ് വിശ്വത്തോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കോൺഗ്രസ് ഉന്നയിച്ച ഒരു മഹത്തരമായ കാര്യമായിരുന്നു PM ശ്രീ കാര്യം. ഈ PM ശ്രീ കാര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMന്റെ ഒരു MP ആണെന്നാണ്. BJP CPM അന്തർധാര യാഥാർത്ഥ്യമാണെന്നും ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണെന്നും ജെബി മേത്ര MP പ്രതികരിച്ചു. ഇത് വളരെ ക്ലിയറായി പറഞ്ഞ് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി അത് വെറുതെ ഡിനൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമുക്കറിയേണ്ടത് ഈ BJP CPM അന്തർധാര എന്ന് പറയുന്നത് PM ശ്രീ ഒപ്പിടുന്നതിൽ മാത്രമാണോ,
ഈ പറഞ്ഞ എഗ്രിമെന്റിൽ മാത്രമാണോ ഇങ്ങനെ എത്ര പാലങ്ങളായി എത്ര കാര്യങ്ങളിൽ PM ശ്രീയിൽ ചേരില്ലെന്നായിരുന്നു കേരളം തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. എന്നാൽ ഘടകകക്ഷികൾ പോലും അറിയാതെ PM ശ്രീയിൽ ചേരാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ CPI ശക്തമായ എതിർപ്പുയർത്തിയതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ PM ശ്രീ വീണ്ടും ചർച്ചയാവുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിൽ 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ എത്തുന്നത്. സന്ദർശനത്തിലൂടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുക തന്നെയാണ് പ്രധാന ഉദ്ദേശം. നിലവിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $70 ബില്യൺ. ഇത് $100 ബില്യൺ എത്തിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. അതേസമയം യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുടിന്റെ ആദ്യ സന്ദർശനമാണ് ഇത്. നാളെ ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യ, ചൈന തുടങ്ങിയ പ്രധാന പങ്കാളികളുമായുള്ള സാമ്പത്തിക ഇടപെടൽ അടക്കം ചർച്ചയാകുമെന്നാണ് സൂചന. ഒപ്പം എണ്ണ ഇടപാടുൾപ്പെടെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം പ്രധാന ചർച്ചാവിഷയങ്ങളാകും. റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്മേൽ US പിഴ ചുമത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. പുടിന്റെ ഇത്തവണത്തെ വരവിൽ ഇന്ത്യക്ക് ഏറെ ഗുണകരമാകുന്ന പ്രതിരോധ ഇടപാടുകളും ഉണ്ടാകുമെന്നാണ് വിവരം. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ റഷ്യൻ നിർമ്മിത S-400 ഇന്ത്യക്ക് ഏറെ ഗുണകരമായിരുന്നു. ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യ, ചൈന തുടങ്ങിയ പ്രധാന പങ്കാളികളുമായുള്ള സാമ്പത്തിക ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സന്ദർശനത്തിൽ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ദ്വിദിന സന്ദർശനത്തിനെത്തുന്ന പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ നിലവിൽ വലിയ തോതിൽ വളം റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും അത് ഏറെ അനിവാര്യവുമാണ്. വളം, ആയുധം, ഊർജം എന്നിവയ്ക്ക് പുറമെ ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, സാംസ്കാരികം, മാധ്യമം തുടങ്ങിയ മേഖലകളിലും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും നാളെ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ സമാധാന പദ്ധതി പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെന്ന് വ്ളാഡിമിർ പുടിൻ. അമേരിക്കൻ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും മോസ്കോ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. വേണ്ടിവന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരാൻ റഷ്യ സന്നദ്ധമാണെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു. റഷ്യ പിടിച്ചെടുത്ത നഗരങ്ങൾ വിട്ടുകൊടുക്കുന്നതിലടക്കം ധാരണയിലെത്താനാകുന്നതാണ് ചർച്ചകൾ പരാജയമെന്ന് വിലയിരുത്താൻ കാരണം. കടലിലും ആകാശത്തും കരുത്ത് കാട്ടി രാജ്യത്തിന്റെ നാവികസേന. ശംഖുമുഖത്ത് നാവികസേനാ ദിനാഘോഷത്തിൽ അഭ്യാസ പ്രകടനം. മേഘങ്ങൾക്കൊപ്പം പറന്ന യുദ്ധവിമാനങ്ങൾ, തിരമാലകളെ കീറിമുറിച്ച് പടക്കപ്പലുകളും അണിനിരന്നു. മുഖ്യാതിഥിയായി എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആദരമർപ്പിച്ച് ചേതക് ഹെലികോപ്റ്ററുകൾ. തിരുവനന്തപുരത്ത് ആദ്യമായാണ് നാവികസേന ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. 9,000-ലധികം വരുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ശംഖുമുഖം തീരത്തെ നാവികസേനയുടെ അഭ്യാസ പ്രകടനം. തിരുവനന്തപുരം ശംഖുമുഖം വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. നാവികസേന ഗാർഡ് ഓഫ് ഓണർ നൽകി. INS കൊൽക്കത്ത രാഷ്ട്രപതിയോടുള്ള ആദരസൂചകമായി ഗൺ സല്യൂട്ട് നൽകി. രാഷ്ട്രപതിക്ക് അഭിവാദ്യവുമായി ആദ്യമെത്തിയത് MH-60 ഡോണിയർ വിമാനങ്ങളായിരുന്നു. തൊട്ടു പിന്നാലെ INS ഉദയഗിരി, INS കൊൽക്കത്ത, INS കമാൽ എന്നീ പടക്കപ്പലുകളും അണിനിരന്നു. പടക്കപ്പലുകളും അന്തർവാഹിനികളും ഹെലികോപ്റ്ററുകളും ചേർന്ന് ശംഖുമുഖം തീരത്തൊരുക്കിയത് ആവേശോജ്വല പ്രകടനം. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കാണികളിൽ ആവേശം നിറച്ചു.
കമാൻഡോകൾ തീരത്തേക്ക് പാരച്യൂട്ടിൽ പറന്നിറങ്ങിയത് കാണികൾ ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടിരുന്നത്. INS തരങ്കിണി, സുദർശിനി എന്നീ പായ്ക്കപ്പലുകൾ ത്രിവർണ്ണ നിറത്തിൽ തീരമലങ്കരിച്ചു. നാവികസേനയുടെ സേവനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രശംസിച്ചു. I am confident that the Indian Navy will continue to develop indigenous technologies and contribute to achieving the goal of Viksit Bharat. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ കോർത്തിണക്കിയുള്ള ദൃശ്യതാളവും അരങ്ങേറി. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പ്രകടനമായിരുന്നു എല്ലാം. ബീറ്റിംഗ് ദി റിട്രീറ്റോടെ നാവികസേനാഭ്യാസത്തിന് കൊടി താഴ്ന്നു. ജനസാഗരത്തെ സാക്ഷിയാക്കിയുള്ള നാവികസേനയുടെ അഭ്യാസ പ്രകടനം ആവേശത്തിരിളക്കമായി. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നാവികസേന സൂപ്പർ പവറായി മാറിയെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത്. ഇന്നത്തെ ശംഖുമുഖത്തെ സായാഹ്നം അനന്തപുരിക്ക് ചരിത്ര നിമിഷമാണ്. കാണികൾക്കും ആവേശകരമായിരുന്നു നാവികസേനയുടെ അഭ്യാസ പ്രകടനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു അഴിക്കുള്ളിൽ തുടരും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് വാസുവിന് ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ N. വാസു നൽകിയത് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനുള്ള ശുപാർശയാണെന്നും കോടതിയിൽ വാദിച്ചു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതിയത് കമ്മീഷണറായിരുന്ന വാസുവിന്റെ നിർദ്ദേശപ്രകാരമെന്ന SITയുടെ കണ്ടെത്തലിൽ കേസിലെ 3ാം പ്രതിയാണ് വാസു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദം കേട്ട ശേഷമായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി N. വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതിയത് കമ്മീഷണറായിരുന്ന വാസുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് വാസുവിന്റെ അറിവോടെയാണെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. എന്നാൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതിൽ N. വാസുവിന് പങ്കില്ലെന്നാണ് ജാമ്യഹർജി പരിഗണിക്കവേ വാസുവിന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത്. വാസു വിരമിച്ച ശേഷമാണ് പാളികൾ കൈമാറിയത്. ബോർഡിന്റെ ഉത്തരവിറങ്ങിയപ്പോഴും വാസു ചുമതലയിൽ ഉണ്ടായിരുന്നില്ലെന്നും കോടതിയിൽ അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. N. വാസുവിന് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് വാസുവിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നെന്നും ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ടെന്നുമാണ് SIT അറിയിച്ചത്. തുടർന്നാണ് ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. മുൻപ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും KS ബൈജുവിനും കോടതി ജാമ്യം നൽകിയിരുന്നില്ല. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി 1.5 മാസം കൂടി സമയം നീട്ടി നൽകി. ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ ക്രൈംബ്രാഞ്ച് FIRന്റെ പകർപ്പിനായി ഇഡിക്ക് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അടച്ചിട്ട കോടതി മുറിയിൽ അന്വേഷണ സംഘവുമായി കോടതി ആശയവിനിമയം നടത്തി. മുദ്രവെച്ച കവറിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. 1 മാസം കൂടി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കോടതി അനുവദിച്ചു. ഈ 1 മാസം നിർണായകമായ ഒരു അന്വേഷണമായിരിക്കും ഒരുപക്ഷെ നടക്കുക. കൃത്യമായ കോടതി നിർദ്ദേശമാണ് അന്വേഷണ സംഘം പാലിക്കുന്നത്. അന്വേഷണ സംഘത്തിന് അത് പാലിക്കാതിരിക്കാനുമാവില്ല. ഒരു രാഷ്ട്രീയ ഇടപെടലിനും ഇടം കൊടുക്കാതെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയാൻ ED നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചു. സർക്കാരിനെ കൂടി കേട്ട ശേഷം മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. സർക്കാരിനെ കേൾക്കണം എന്നതും വളരെ ബുദ്ധിപരമായ ഒരു നിർദ്ദേശം തന്നെയാണ്. നാളെ സർക്കാരിനെ കേൾക്കാതെ ED ഇടപെട്ടു എന്ന ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കുവാനാണ് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഉത്തരവുള്ളതിനാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന EDക്ക് രേഖകൾ ലഭ്യമാകും. സർക്കാരിന് മജിസ്ട്രേറ്റ് കോടതിയിൽ EDയെ എതിർക്കാനുമാവില്ല. എതിർത്താൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിന്നു എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് EDയോട് മജിസ്ട്രേറ്റിനെ തന്നെ സമീപിച്ചുകൊള്ളുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായിയുടെ സ്വന്തക്കാരായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് പറഞ്ഞതിന് തൊലിക്കട്ടിക്കുള്ള അവാർഡ് MV ഗോവിന്ദന് കൊടുക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ CPM നടപടിയെടുക്കാത്തത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കാം. ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലിലടച്ചത് മാത്രമല്ല, ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല.
കാരണം ഇതെല്ലാം മന്ത്രിമാരുടെ അറിവോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തത്തക്ക നിലയിലുള്ള ഈ വലിയ ഒരു കൊള്ള നടന്നിട്ട് ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ, പാർട്ടി നടപടി സ്വീകരിക്കാൻ CPM നേതൃത്വം തയ്യാറാകാത്തത് ദുരൂഹമായ ഒരു കാര്യമാണ്. എത്ര ഗൗരവത്തോടു കൂടിയ തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് N. വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത്. അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ് പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിച്ചില്ല. അത്രയും ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം.